കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമുദായ അവകാശ പ്രഖ്യാപന സമ്മേളനം ശ്രദ്ധേയമായി. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സമുദായം നേരിടുന്ന അവഗണനകൾക്കും നീതി നിഷേധത്തിനുമെതിരായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി അവകാശ പ്രഖ്യാപന പത്രിക സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. മനുഷ്യനു വേണ്ടി നിലപാടെടുക്കുന്ന രാഷ്ട്രീയക്കാർ ഇന്ന് കേരളത്തിൽ കുറയുകയാണെന്നും പുതിയ രാഷ്ട്രീയ സംസ്കൃതി ഉണ്ടാകേണ്ട സമയമായി എന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ പറഞ്ഞു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ അദ്ദേഹം ലഹരി മാഫിയയിൽ നിന്നുള്ള സമൂഹത്തെ സംരക്ഷിക്കാൻ സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്നും നിങ്ങൾ പതാക എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ മുമ്പിൽ പിടിച്ചു നിന്നോളാം. അല്ല, ഇനി പിറകിലാണ് നിൽക്കേണ്ടതെങ്കിൽ ഞാൻ അവിടെ നിൽക്കാം. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു സമുദായത്തിൻ്റെ സംരക്ഷകരാണ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു കോൾ യു ദ മിലിറ്ററി ഓഫ് ദ സിറോ മലബാർ ചർച്ച്. നിങ്ങൾ സഭയുടെ ഒരു സൈന്യമാണ്. നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സജീവമായ കൂട്ടുപങ്കാളിത്തവും സഭയുടെ നിലനിൽപ്പിന് വളരെ ആവശ്യമാണ്. നമ്മളൊരിക്കലും അവഗണിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ സമുദായം ഒരുപാട് മുന്നോട്ട് പ്രയാണം ചെയ്യണം. നമുക്ക് കുറേ കൂടെ കാഴ്ചപ്പാടുകൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാകണം. ഞാൻ ചില രൂപതകളൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എനിക്ക് PSCക്കൊക്കെ വേണ്ടി പല രൂപതയുടെ നേതൃത്വത്തിലൊക്കെ നടത്തുന്ന എക്സാമിനേഷൻ ഓറിയൻറ്റേഷൻസൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാൻ കാരണമാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കത്തോലിക്ക കോൺഗ്രസ് അത്തരത്തിലൊക്കെ ചിന്തിക്കണം. നമുക്ക് വളരെ വിദഗ്ധരായിട്ടുള്ള വിദ്യാഭ്യാസ വിജീഷണന്മാരുണ്ട്. നമുക്ക് വലിയ സ്ഥാപനങ്ങളുണ്ട്. PSC കോച്ചിങ് സെൻ്ററുകളൊക്കെ നിങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ആരംഭിക്കാൻ കഴിയുമോ എന്ന് പിതാക്കന്മാരുടെ സപ്പോർട്ടോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെറുതെ ഒരു PSC പോയിട്ട് എഴുതിയത് കൊണ്ട് കിട്ടണമെന്നില്ല. പക്ഷെ വേണ്ടത്ര കോച്ചിങ്ങോടുകൂടെ PSCയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്കും ജോലി കിട്ടാൻ ധാരാളം സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള ക്രിയാത്മകവും കാര്യക്ഷമവുമായിട്ടുള്ള കർമ്മ പദ്ധതികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സിറോ മലബാർ സഭയുടെ സിനഡിൻ്റെയും സിറോ മലബാർ സഭയുടെ മൊത്തമായ പിന്തുണ ഉണ്ടെന്ന് ഞാൻ അറിയിക്കുന്നു. വന്യജീവി ആക്രമണത്തിൽ ജീവനും ജീവനോപാധിയും സ്വത്തും നഷ്ടപ്പെടുന്ന സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കുവാൻ സർക്കാർ ആത്മാർത്ഥമായ നടപടികൾ സ്വീകരിക്കണം. റബ്ബർ, നെല്ല്, നാളികേരം ഉൾപ്പെടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില, ന്യൂനപക്ഷ അവകാശ വിവേചനങ്ങളിൽ നിന്ന് മോചനം, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കൽ, മിനിമം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം, PSCയുടെ സുതാര്യ പ്രവർത്തനം, അധ്യാപക നിയമനത്തിലെ അവഗണനയിൽ നീതി ലഭിക്കൽ എന്നിവ അവകാശ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. ദളിത് ക്രൈസ്തവ സംവരണം, അധിനിവേശങ്ങളിൽ നിന്നും രാഷ്ട്രീയ രംഗത്തെ ചൂഷണങ്ങളിൽ നിന്നുമുള്ള മോചനം സമുദായത്തിന്റെ അവകാശമായി പ്രഖ്യാപിക്കുകയും കർമ്മ പരിപാടികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് സഭയുടെ ശക്തിയാണെന്ന് പറഞ്ഞ മാർ തട്ടിൽ അവകാശ പ്രഖ്യാപനം സഭയുടെ പൊതു ആവശ്യങ്ങളാണെന്ന് കൂട്ടിച്ചേർത്തു. സമുദായവും കർഷകരും അനുഭവിക്കുന്ന പ്രതിസന്ധികളിലുള്ള അവകാശ പ്രഖ്യാപന രേഖ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ അവതരിപ്പിച്ചു. ഡയറക്ടർ റവറ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ, അഡ്വക്കേറ്റ് ബിജു പറയനിലയം, അഡ്വക്കേറ്റ് ടോണി പുഞ്ചകുന്നിൽ, ഡോക്ടർ KM ഫ്രാൻസിസ്, രൂപത ഡയറക്ടർമാരായ റവറ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നിൽ, റവറർ ഫാദർ ചെറിയാൻ ആഞ്ഞിലിമുട്ടിൽ, റവറർ ഫാദർ സബിൻ തൂമുള്ളിൽ, ട്രീസാലിസ് സെബാസ്റ്റ്യൻ, ബെന്നി ആന്റണി, രാജേഷ് ജോൺ എന്നിവർ സംസാരിച്ചു. ഷെക്കിനായ ന്യൂസ്, കൊച്ചി.